ഇതേ നമ്മളെ നാട്ടിലുള്ള നാടൻ പഴം മാത്രം വെക്കുന്ന പീടിക, നാടൻ കറി മാത്രം, വേറെ പുറത്തുനിന്ന് ഉള്ളൊരു സാധനം എടുക്കില്ല. ഇവിടെ നാട്ടിലെ കൃഷിക്കാർ കൊണ്ടുവരിക ഓല കൊലകൾ മാത്രമാണ്. നാടൻ കായ് ഇതാ, ഇത് നല്ലൊരു നാടൻ മൈസൂർ കൊലയാണ്. ഇത് കണ്ടാൽ മനസ്സിലാവില്ല. നാടൻ മൈസൂർ വെണ്ണീർ പൂവേ, ആ നേന്ത്രവാഴ, ആ കൊലേൻ്റെ മുറിച്ച ഭാഗത. നാടൻ കൊലകൾ മാത്രം കൃഷിക്കാരെടുത്തുനിന്ന് എടുക്കുക, നേരിട്ട് എടുക്കുക. ആണിപ്പൂവിൻ്റെ കൂട്ടിയിട്ടിരിക്കുന്നത് ഒക്കെ ആണിപ്പൂവിൻ്റെ കൊല കഴിക്കാത്ത നാടൻ പയർ, നാടൻ കയ്പ, നാടൻ അങ്ങാടി പോയി എടുക്കുന്ന പരിപാടിയില്ല. രവിയേട്ടാ ഒരു 500 മൈസൂർ പഴം തരി. ആ രവിയേട്ടാ അത് 500 മൈസൂർ പഴം, നാടൻ മൈസൂർ. ഇത് നമ്മൾ അന്നശ്ശേരി പോസ്റ്റ് ഓഫീസിൻ്റെ ചോട്ടിൽ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ നിർത്തുക, നാടൻ പഴം വാങ്ങുക. വേറെ ഒരു പരിപാടിയില്ല. ഇവിടെ കൊണ്ടുവരുന്ന കൃഷിക്കാർ കൊണ്ടുവരിക, ഇവിടെ കൊടുക്കുക. നാടൻ ഇനി വേണമെങ്കിൽ തിന്നു നോക്കണമെങ്കിൽ ഒന്ന് തിന്നു നോക്കാം. അതിനൊന്നും രവിയേട്ടൻ ഇവിടെ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ അപാര കൊലയാണല്ലോ രവിയേട്ടാ മൈസൂരി. അങ്ങനെ വാഴമ്പൽ അങ്ങനെ ഉണ്ടായ പിന്നെ വായനോട് അങ്ങനെ ഉണ്ടാക്കണ്ട അറിയാൻ പറ്റും. അതൊരു സുന്ദര മൈസൂർ കാത്തു തൂക്കി. അപ്പോൾ ഇത് നമ്മളെ അന്നശ്ശേരി പോസ്റ്റ് ഓഫീസിന് ചോട്ടിൽ ഉള്ള പീടിയ, എല്ലാവരും വാങ്ങാം. ഇവിടെ കൊല പോക്കുക അങ്ങനെയാണ്. കവർ, വലിയ കവറിൽ കായ് കിട്ടുക, അത് ചെറിയ എന്തെങ്കിലും ചെറിയ മണമില്ലാത്ത ചന്ദനത്തിൽ കത്തിക്കുക, വെക്കുക. കൊല പോച്ചാണ്ട് ഇങ്ങനെയാണ് ഇവിടെ കൊല പോക്കുക.